ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ എന്തെങ്കിലും കമൻ്റ് ആയിട്ടും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് അരി അരച്ചിട്ടുള്ള നീർദോശയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരി അരക്കണതിൻ്റെ മുന്നേ തന്നെ ദോശച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അരി അരച്ചൊക്കെ വന്നപ്പോൾ ദോശച്ചട്ടി ചൂടായി ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ അതിലേക്ക് കറിയായിട്ട് കടല വറുത്തരച്ച് വെച്ചതാണ്. നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു ദോശയും കടലക്കറി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നും ഒരുപോലുള്ള ക്ലീനിങ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ എല്ലാവർക്കും മടുക്കുമല്ലോ. അപ്പോൾ അതൊന്നും ഞാനിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കിച്ചണൊക്കെ ഒന്ന് അടിച്ചു വാരി തുടക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളച്ചപ്പോൾ അതൊന്ന് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കിച്ചണാണ് എന്നും മോപ്പ് കൊണ്ട് തുടക്കും. മറ്റേതൊക്കെ നമ്മളെ ലിവിങ് ഹാള് ആ ഭാഗങ്ങളൊക്കെ ഞാൻ നമ്മളെ റോബോട്ടിക് മോപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ തുടക്കൽ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. ഇന്ന് പയറുപ്പേരിയും മത്തി മുളക് ഇട്ടതും മത്തി പൊരിച്ചതുമാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരിയും കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ വേഗം ലഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അങ്ങനെ ലഞ്ച് ഉണ്ടാക്കലും ഫ്രഷ് ആവലും ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ലഞ്ച് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരമാണ് കേട്ടോ. ഇന്ന് സ്നാക്കായിട്ട് ബനാന ബ്രെഡാണ് ഉണ്ടാക്കുന്നത്. ഇത് റോബസ്റ്റ് പഴം നല്ലോണം പഴുത്തത് 2 ഇരിക്കുന്നുണ്ടായിരുന്നു. റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ കളറിലുള്ള ഒരു റോബസ്റ്റ് ഉണ്ടല്ലോ അതാണ് കേട്ടോ. അത് 2 എടുത്തിട്ട് ഇനിയിപ്പോൾ അതൊരു മാഷർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കാം. ഇനി അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനിയിപ്പോൾ അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് മൈദയും 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ പൊടികളൊക്കെ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിക്കണേ. ഇനിയിപ്പോൾ ഏത് ടിന്നിലാണോ ഇത് ബേക്ക് ചെയ്തെടുക്കണത് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ബ്രെഡൊക്കെ ഉണ്ടാക്കണ ആ ഒരു തരത്തിലുള്ള പാനിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. ഇനി നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ചോക്ലേറ്റ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം.
ഇനിയിപ്പോൾ ഞാനിത് എയർ ഫ്രയറിലാണ് കേട്ടോ. എയർ ഫ്രയറിൽ എനിക്കൊരു 35-40 മിനിറ്റിൻ്റെ അടുത്ത് ബേക്ക് ചെയ്യേണ്ടി വന്നിരുന്നു. ഓരോരുത്തർ ഇതിനനുസരിച്ചിട്ട് അങ്ങനെ ബേക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ബനാന ബ്രെഡാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ കറുത്ത് പഴമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയാണ് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ഇന്ന് രാത്രി ഓട്ടടയാണ് കേട്ടോ. മീൻകറി ഉള്ള കാരണം ഓട്ടടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മീൻകറിക്ക് നല്ല കോമ്പിനേഷനല്ലേ ഓട്ടട. അപ്പോൾ ഇതാ ഓട്ടടി നല്ല കുറുകിയ മത്തിക്കറിയാണ് കേട്ടോ. ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ദോശ, ഓട്ടട ഇതൊക്കെ ചൂടോടെ മീൻകറി കൂട്ടി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കൊണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അതാ കിച്ചണ് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി ഇടട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.